എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കെമിസ്ട്രിയുടെ വീഡിയോ ആണ്. കെമിസ്ട്രിയുടെ വീഡിയോ 4ാമത്തെ വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ തൊട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ് വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 3 വീഡിയോസിൽ നമ്മൾ ഈ ഒരു അറ്റോമിക് ഓർബിറ്റൽസ്, ക്വാണ്ടം നമ്പേഴ്സ് വരെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകുവാണ് കേട്ടോ. അപ്പം നമുക്ക് പോവാം. ആദ്യം എങ്ങനെയാണ് ആറ്റങ്ങളിലെ ഓർബിറ്റലിൽ പൂരണം, അതായത് ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് ആൻഡ് ആറ്റംസ്, അതായത് എങ്ങനെയാണ് നമ്മൾ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നത്, അതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. ഇനി വ്യത്യസ്ത ആറ്റങ്ങളുടെ ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് ആഫ്ബ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ? ആഫ്ബോ പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് നമ്മൾ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഈ തത്വം പൗളിയുടെ അപവർജന തത്വത്തെയും ഹണ്ടിന്റെ അധികതമ ബഹുലതാ നിയമത്തെയും ഓർബിറ്റലുകളുടെ ആപേക്ഷിക ഊർജത്തെയും അടിസ്ഥാനമാക്കിയിരിക്കുന്നു, അല്ലെ? അപ്പം ഇത് ഓഫ്ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, അതുപോലെ തന്നെ റിലേറ്റീവ് എനർജീസ് ഓഫ് ദ ഓർബിറ്റൽസ്, അല്ലെ? ഓർബിറ്റൽസിന്റെ എനർജിയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫില്ലിംഗ് നടത്തുന്നത്, ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തിൽ തന്നെ ആഫ്ബോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആഫ്ബ തത്വം എന്താന്ന് നോക്കാം. സോ ആഫ്ബ എന്ന പദത്തിന്റെ ജർമ്മൻ ഭാഷയിൽ കെട്ടിപ്പടുക്കുക എന്നാണ് അർത്ഥം. ഓർബിറ്റലുകൾ കെട്ടിപ്പടുക്കുക എന്നാൽ അവയെ ഇലക്ട്രോണുകൾ കൊണ്ട് പൂരിതമാക്കുക, അതായത് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് നമ്മൾ ഫില്ല് ചെയ്യുക. ഈ തത്വം ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ആറ്റങ്ങൾ നിമ്നോർജാവസ്ഥയിലായിരിക്കുമ്പോൾ ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് അവയുടെ ഊർജത്തിന്റെ ആരോഹണ ക്രമത്തിലാണ്, അതായത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. ഇതിലാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഓർബിറ്റൽസിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ, അതായത് ആദ്യം കുറഞ്ഞ എനർജി ഉള്ള ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കൂടിയത്, അങ്ങനെ കൂടി അങ്ങനെ ഇൻക്രീസിങ് ഓർഡർ, കുറവിൽ നിന്ന് കൂടുതലുള്ള ഊർജം ഉള്ള ഓർബിറ്റലുകളായിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇലക്ട്രോണുകൾ ലഭ്യമായ ഏറ്റവും കുറഞ്ഞ ഊർജമുള്ള ഓർബിറ്റലുകളിൽ ആദ്യം നിറയുകയും താഴ്ന്ന ഊർജ ഓർബിറ്റലുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അവ ഉയർന്ന ഊർജമുള്ള ഓർബിറ്റലുകളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ താഴത്തെ ലെവൽസ് എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷമാണ് മുകളിലോട്ടുള്ള എനർജി കൂടിയ ഓർബിറ്റൽസിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. സോ ഒരു നിശ്ചിത ഓർബിറ്റലിന്റെ ഊർജം പരിണിത ന്യൂക്ലിയർ ചാർജിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് നിങ്ങൾക്കറിയാമല്ലോ. മാത്രമല്ല വ്യത്യസ്ത ഓർബിറ്റലുകൾ വ്യത്യസ്ത അളവിലായിരിക്കും സ്വാധീനിക്കപ്പെടുക. അതുകൊണ്ട് എല്ലാ ആറ്റങ്ങൾക്കും പ്രാപഞ്ചികമായി അംഗീകരിക്കപ്പെടുന്ന ഓർബിറ്റൽ ഊർജത്തിന്റെ ഏകക്രമം നൽകാനാകില്ല. ഇപ്പൊ വ്യത്യസ്ത ആറ്റങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓർബിറ്റൽ എനർജീസ് ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു എന്താണ്, ഈ ഓർബിറ്റലിന്റെ ഊർജം എന്ന് പറയുന്നത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആറ്റങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ഓർബിറ്റൽസിനും എന്താണ്, ഒരേ എനർജി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ഒരു ക്രമം നൽകാനാകില്ല എന്ന് പറയുന്നത്. ഇനി നോക്കാം എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഏതൊക്കെ ഓർബിറ്റലിന്റെ ഓർഡറിലാണ്, അല്ലെ? ഓർബിറ്റലിന്റെ ഓർഡർ എങ്ങനെയാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഓർബിറ്റലുകളുടെ ഊർജം വർദ്ധിക്കുന്ന ക്രമവും അതിനനുസൃതമായി ഓർബിറ്റലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ക്രമവും ചുവടെ കൊടുത്തിരിക്കുന്നു. നോക്കിക്കേ, ഏത് ഓർഡറിലാണ്? 1s 2s 2p 3s 3p 4s 3d അങ്ങനെ പോകുന്നു. ഇനി ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? ഈ ഒരു ഓർഡർ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിഗർ ആണ് ഇത് ഇവിടെ കാണുന്നത്. ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഇവരുടെ ഒരു ഓർബിറ്റലുകളിലെ പൂരണക്രമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തിരിക്കാൻ പറ്റും. നോക്കിക്കേ, 1s, അത് കഴിഞ്ഞ് പിന്നെ എന്താണ്, ഇതിനെ ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ എഴുതുക. അതായത് ഒന്നാമത്തെ ലെവലിൽ 1s, രണ്ടാമത്തേൽ 2s 2p, പിന്നെ 3s 3p 3d, പിന്നെ 4s 4p 4d 4f, 5s 5p 5d 5f, അങ്ങനെ പോകും. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1s പോയി, അത് കഴിഞ്ഞ് 2s, പിന്നെന്താണ് 2pയിൽ ഫില്ല് ചെയ്യുന്നു, പിന്നെ 3s ഫില്ല് ചെയ്യുന്നു, പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 3p 4s, പിന്നെ 3d 4p, പിന്നെ 4d 5p 6s, പിന്നെ 4d 5d 6p കണ്ടോ. ഈ പിന്നെന്താണ് 5f 6d ഈ ഒരു ഓർഡറിൽ പോകുന്നു, കണ്ടോ. അപ്പൊ ഈ ഓർഡറിലാണെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഓർബിറ്റൽ. ഓക്കെ, ഓർബിറ്റലിൽ ഏതൊക്കെ ഓർബിറ്റലിലാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ള ഓർഡറാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ എന്താ തന്നെ പറയുന്നത്, ചിത്രം 2.17 കൊടുത്തിരിക്കുന്ന രീതി ഉപയോഗിച്ച് ഈ ക്രമം ഓർമ്മിച്ചെടുക്കാം. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മുകളിൽ നിന്ന് ആരംഭിക്കുന്ന അമ്പ അടയാളത്തിൽ ദിശ ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്ന ക്രമം നൽകുന്നു. അതായത്
മുകളിൽ വലത്തുനിന്ന് ആരംഭിച്ച് ചുവടെ ഇടതുവശത്ത് അവസാനിക്കുന്ന തരത്തിൽ. ഓക്കെ, അങ്ങനെയാണ് അല്ലെ, മുകളിൽ വലതുവശത്ത് തുടങ്ങി ചുവടെ എന്താണ് ഇടതുവശത്ത് ഒരു അവസാനിക്കുന്ന തരത്തിലാണ് ആ ഒരു അമ്പെന്ന് പറഞ്ഞാൽ ആരോയുടെ ഡയറക്ഷൻ അല്ലെ, അമ്പടയാളത്തിന്റെ ദിശ ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്ന ക്രമം നൽകുന്നു. അപ്പൊ ബാഹ്യതമ ഇലക്ട്രോണുകൾ നിറയ്ക്കപ്പെടുന്നത് സംബന്ധിച്ച് എല്ലാ ആറ്റങ്ങളിലും ഈ ക്രമം കൃത്യത പുലർത്തുന്നു അല്ലെ. എല്ലാ ആറ്റത്തിലും എന്താണ് ഈ ഒരു ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ ബാഹ്യതമ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ഉദാഹരണമായി പൊട്ടാസ്യത്തിലെ ബാഹ്യതമ ഇലക്ട്രോണിന് 3D അല്ലെങ്കിൽ 4s ഓർബിറ്റലിൽ സാധ്യമാണ്. എന്നാൽ ഈ ശ്രേണി പ്രവചിക്കുന്നത് പോലെ ഇലക്ട്രോൺ 4s ഓർബിറ്റലിലാണുള്ളത്. മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ക്രമത്തെ ഊർജ്ജനിലകൾ നിറയ്ക്കപ്പെടുന്നതിന്റെ ഒരു ഏകദേശ സഹായിയായി മാത്രം പരിഗണിച്ചാൽ മതിയാവും. മിക്കവാറും സാഹചര്യങ്ങളിൽ ഓർബിറ്റലുകൾക്ക് തുല്യ ഊർജ്ജം ഉണ്ടാകാറുണ്ട്. അറ്റോമിക ഘടനയിലുള്ള ചെറിയ വ്യതിയാനങ്ങൾ ഇലക്ട്രോൺ നിറയ്ക്കപ്പെടുന്ന ക്രമത്തിൽ മാറ്റം വരുത്താം. സോ ചില ഒഴിവാക്കലുകൾ നിലവിലുണ്ട് എന്ന ധാരണയിൽ ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് ഘടന വികസിപ്പിക്കുന്നതിനുള്ള സഹായിയായി ഈ ക്രമത്തെ നമുക്ക് എന്താണ് പരിഗണിക്കാം. അപ്പൊ ഇതൊരു പൊതുവായിട്ടുള്ള ഒരു ക്രമമാണ്, എന്നാലും ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബാക്കി കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അടുത്താണ് പൗളിയുടെ അപവർജന തത്വം, അല്ലെങ്കിൽ എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതെന്താന്ന് നോക്കാലോ. അപ്പൊ എന്താണ്, ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞൻ വൂൾഫ്ഗാങ് പൗളി നൽകിയ അപവർജന തത്വം അനുസരിച്ച് വിവിധ ഓർബിറ്റലുകളിൽ നിറയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ഈ തത്വം അനുസരിച്ച് ഒരാറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് 4 ക്വാണ്ടം സംഖ്യകളുടെയും ഗണം ഒരുപോലെ ആയിരിക്കില്ല അല്ലെ. No 2 electrons in an atom can have the same set of 4 quantum numbers. അതായത് എന്താണ്, ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, 2 ഇലക്ട്രോൺസ് പറ്റും അല്ലെ. അപ്പൊ 2 ഇലക്ട്രോൺസിന് എന്താണ് ഒരിക്കലും, അല്ലെങ്കിൽ ഒരാറ്റത്തിലെ 2 ഇലക്ട്രോണുകൾ എടുത്താൽ അവർക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് എന്താണ് ഒരിക്കലും ഒരേപോലെ ആയിരിക്കത്തില്ല. ഓക്കെ, അതെന്താണെന്ന് പറയാം. സോ പൗളിയുടെ തത്വം ഇങ്ങനെയും പ്രസ്താവിക്കാം. എങ്ങനെയാണ്, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. കണ്ടോ, അതാണ് പോളേഴ്സ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണുകൾ മാത്രമേ നമുക്ക് എന്താണ് ഫിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, ഓർബിറ്റൽസ് പഠിച്ചപ്പോഴും അവിടെയും പറഞ്ഞാണ് ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസിനാണ് ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ പോളേഴ്സ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, 2 ഇലക്ട്രോണുകൾക്ക്, ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് 4 ക്വാണ്ടം നമ്പേഴ്സും എന്താണ് ഒരുപോലെ ആയിരിക്കുകയില്ല. ഇനി എന്താ നോക്കാം. മാത്രമല്ല ഈ ഇലക്ട്രോണുകൾക്ക് വിപരീത ചക്രണങ്ങളും ആയിരിക്കണം. അതായത് 2 ഇലക്ട്രോണുകൾക്ക് 3 ക്വാണ്ടം സംഖ്യകളായ N, L, Ml എന്നിവ തുല്യമാകാം. എന്നാൽ ചക്രണ ക്വാണ്ടം സംഖ്യ വിപരീതമായിരിക്കും അല്ലെ. NL, ML എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അതുപോലെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, ഇത് മൂന്നും എന്താണ് ഈക്വൽ ആയാലും, മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പേഴ്സ്, ഈ 3 ക്വാണ്ടം നമ്പർ ഈക്വൽ ആയാലും ഇവരുടെ 4ാമത്തെ ക്വാണ്ടം നമ്പർ ആയ എന്താണ് സ്പിൻ ക്വാണ്ടം നമ്പർ അല്ലെ, സ്പിൻ ക്വാണ്ടം നമ്പർ എന്താണ് ഈക്വൽ ആകാൻ പാടില്ല അല്ലെ. 3 എണ്ണം ഈക്വൽ ആകാം, 4ാമത്തത് സ്പിന്ന് എന്താണ് ഈക്വൽ ആകാൻ പാടില്ല. അതാണെന്ത് ഈ പോളേഴ്സ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് അല്ലെ. ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള MS ഒരിക്കലും 2 ഇലക്ട്രോൺസിന്, അതായത് NL, ML ഈക്വൽ ആയിട്ടുള്ള ഇലക്ട്രോൺസിന് ഒരിക്കലും MS ഈക്വൽ ആയിരിക്കത്തില്ല. അതാണ് ഈ ഒരു പോളേഴ്സ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ചക്രണ ക്വാണ്ടം സംഖ്യ എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഇനി ഒരു ഉപഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ പൗളിയുടെ അപവർജന തത്വം നിർദ്ദേശിക്കുന്ന നിയന്ത്രണം സഹായിക്കുന്നു. ഉദാഹരണമായി നോക്കിക്കേ, ഉപഷെൽ 1s-ൽ ഒരു ഓർബിറ്റൽ ഉണ്ട്. അതിനാൽ 1s ഉപഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്രയാണ്? 2 ആണ് അല്ലെ. 1s എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു ഓർബിറ്റലേ ഉള്ളൂ. അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് കൊടുക്കാം? നമുക്ക് 2 ഇലക്ട്രോൺസ് കൊടുക്കാം. ഇനി PD എന്നീ ഉപഷെല്ലുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം യഥാക്രമം എത്രയാണ്? 6ഉം 10ഉം ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? P എന്ന് പറയുന്ന ഉപഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? 3 ഓർബിറ്റൽ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ എത്ര ഇലക്ട്രോൺസ്? 1, 2, 3, 4, 5, 6 അല്ലെ. 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റും. അതേപോലെ ഡിയിൽ നോക്കിക്കേ, എത്രയാണ്? 5 ഓർബിറ്റലുകളാണുള്ളത്. അവിടെ എന്താണ്? മൊത്തം 10 ഇലക്ട്രോൺസും നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചുരുക്കത്തിൽ മുഖ്യ ക്വാണ്ടം സംഖ്യ n ആയ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2n² ആയിരിക്കും. ഓക്കെ, 2n² എന്ന് പറയുന്ന ഒരു സൂത്രവാക്യം നമുക്ക് ഓർത്തിരിക്കാം. എത്രയാണ്? n നമ്പറുള്ള, അതായത് ക്വാണ്ടം സംഖ്യ n, മുഖ്യ ക്വാണ്ടം സംഖ്യ n ആയ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആയിരിക്കും. അപ്പം n ഇസ് ഈക്വൽ, ഇപ്പൊ 1s നമ്മൾ പറഞ്ഞു അല്ലെ, 1s എന്ന് പറയുമ്പോഴത്തേക്കും n-ന്റെ വാല്യൂ 1 ആണ്. അപ്പം 2 × 1² ദാറ്റ് ഈസ് എന്താണ്? 2 തന്നെ. അപ്പൊ 2 ഇലക്ട്രോൺസ് ആണല്ലോ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അപ്പൊ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എത്ര? 2n² എന്ന് പറയുന്നത്. ഇനി n ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എങ്കിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടാവും? അതൊന്ന് പറയാവോ? n ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എങ്കിൽ എത്ര നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഉണ്ട്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് കമന്റ് ചെയ്യാം, അതിന്റെ ആൻസർ കമന്റ് ചെയ്യാം. n ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എങ്കിൽ ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയായിരിക്കും? ഓക്കെ, നമ്പർ ഓഫ് ഓർബിറ്റൽസ്, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയായിരിക്കും? ഓക്കെ, അടുത്ത നോക്കാലോ. ഹണ്ടിന്റെ അധികതമ ബഹുലതാ നിയമം. ഇതെന്താണ്? ഈ നിയമം ഒരേ ഉപഷെല്ലിലെ ഓർബിറ്റലുകളിലേക്ക്, അതായത് സമോർജ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്ന തുല്യ ഊർജ്ജമുള്ള ഓർബിറ്റലുകളിലേക്ക് ഇലക്ട്രോണുകൾ നിറയ്ക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. അതായത് സെയിം എനർജി ലെവലിൽ ഇരിക്കുന്ന ഓർബിറ്റലുകളിൽ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്, അതാണ് ഈ ഹണ്ടിന്റെ റൂളിൽ പറയുന്നത്. ഈ നിയമം പ്രസ്താവിക്കുന്നത് എങ്ങനെയാണ്? ഒരേ ഉപഷെല്ലിലെ, അതായത് PDFO ഓർബിറ്റലുകളിൽ ഇലക്ട്രോണുകൾ ജോഡിയാക്കുന്നത് ആ ഉപഷെല്ലിലെ എല്ലാ ഓർബിറ്റലുകളിലും ഓരോ ഇലക്ട്രോൺ വീതം നിറഞ്ഞതിന് ശേഷമാണ്. അല്ലെ, ഞാൻ അവിടെ 3 ഷെല്ല് വരച്ചിട്ട് അവിടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തപ്പം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എങ്ങനെയാണ്? ഓരോന്നിലും ഇലക്ട്രോൺ, അല്ലെ, ഓരോ ഓർബിറ്റിലും ഓരോ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഇലക്ട്രോൺസിനെ ഞാൻ ഓരോന്ന് വെച്ച് പിന്നെയും ഫില്ല് ചെയ്തത്. അല്ലെ, ഇങ്ങനെയാണ്. ഇതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി പറയുന്നത്. അതായത് ഒരേ ഉപഷെല്ലിലെ PDF എന്ന് പറയുന്ന ഒരു ഇതിപ്പോ P സബ്ഷെല്ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരേ സബ്ഷെല്ലിലെ ഓർബിറ്റലുകളിൽ, അല്ലെ, ഇവിടെ 3 ഓർബിറ്റലുണ്ട്. ഈ 3 ഓർബിറ്റലുകളിലെ ഇലക്ട്രോൺസ് നമ്മൾ പെയർ ചെയ്യുമ്പോൾ, അല്ലെ, ഇലക്ട്രോൺസ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഓരോ ഓർബിറ്റലിലും ഒരു ഇലക്ട്രോൺ എങ്കിലും ഫില്ല് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റിമൈനിങ് ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. അതേ സമയത്ത് ഇവിടെ 4 ഇലക്ട്രോൺസ് ആണ് ഒരു P ഷെല്ലിൽ നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം 1, 2, 3, 4 ഉണ്ടോ, ഇങ്ങനെയായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഓർബിറ്റലുകളും 5 D ഓർബിറ്റലുകളും 7 F ഓർബിറ്റലുകളും ഉള്ളതിനാൽ യഥാക്രമം 4ാമത്തെ, 6ാമത്തെ, 8ാമത്തെ ഇലക്ട്രോണുകൾ പ്രവേശിക്കുമ്പോഴാണ് അവയിൽ ജോഡിയാക്കൽ ആരംഭിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി പകുതി നിറഞ്ഞതും പൂർണ്ണമായി നിറഞ്ഞതുമായ തുല്യ ഊർജ ഓർബിറ്റൽ ഗണങ്ങൾക്ക് അവയുടെ സമമിതി മൂലം, അതായത് സിമട്രിയാണ്, കൂടുതൽ സ്ഥിരത കൈവരുന്നുവെന്ന് നിരീക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിൽ എന്തായിരിക്കും? കൂടുതൽ സ്റ്റെബിലിറ്റി ആയിരിക്കും. അതാണ് പകുതി നിറഞ്ഞതും. ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിന് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസിന് അവരുടെ ഊർജം വളരെ കൂടുതൽ, അവർക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് സ്ഥിരത എന്ന് പറയുന്നത്. ഓക്കെ, സ്ഥിരത കൈവരിക്കുന്നുവെന്ന് നിരീക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത എന്താണ്? ആറ്റങ്ങളുടെ ഇലക്ട്രോണിക വിന്യാസം, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് നോക്കിക്കേ, ഒരു ആറ്റത്തിന്റെ ഓർബിറ്റലുകളിലെ ഇലക്ട്രോണുകളുടെ വിതരണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോണിക വിന്യാസം എന്ന് പറയുന്നത്. വ്യത്യസ്ത അറ്റോമിക ഓർബിറ്റലുകളുടെ ഇലക്ട്രോൺ പൂരണത്തെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ മനസ്സിൽ വെച്ചാൽ വ്യത്യസ്ത ആറ്റങ്ങളുടെ ഇലക്ട്രോണിക വിന്യാസം വളരെ എളുപ്പത്തിൽ എഴുതാനാകും. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് സാധിക്കും. ഇനി വ്യത്യസ്ത ആറ്റങ്ങളുടെ ഇലക്ട്രോണിക വിന്യാസം 2 രീതിയിൽ പ്രതിനിധീകരിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് എസിന്റെ മേളിൽ A ആണ് എഴുതിയേക്കുന്നത്, പിയുടെ മേളിൽ B, ടിയുടെ മേളിൽ C, ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ. അല്ലെങ്കിൽ രണ്ടാമത്തത് ഓർബിറ്റൽ രേഖാചിത്രം. ഓർബിറ്റൽ രേഖാചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. S, P, D, അല്ലെ, നമ്മൾ നേരത്തെ വരച്ച പോലെ കമ്പാർട്ട്മെന്റ്സ് പോലെ ഓർബിറ്റൽസ് ഇങ്ങനെ വരച്ചേക്കുവാണ്.
മേൽ പറഞ്ഞിരിക്കുന്നവയിൽ ആദ്യ രീതിയിൽ ഉപഷെല്ലിനെ അതിന്റെ അക്ഷരചിഹ്നം ഉപയോഗിച്ച് സൂചിപ്പിച്ച ശേഷം ഉപഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ചിഹ്നത്തിന്റെ മേൽക്കുറിയായി ABC എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നു. വ്യത്യസ്ത ഷെല്ലുകളിലുള്ള സമാന ഉപഷെല്ലുകളെ തിരിച്ചറിയുന്നതിന് അതത് ഉപഷെല്ലുകളുടെ ചിഹ്നത്തിന് മുന്നിലായി മുഖ്യ ക്വാണ്ടം സംഖ്യയും കൂടി എഴുതുന്നു. മുഖ്യ ക്വാണ്ടം സംഖ്യ എന്താ? N അല്ലെ. 1s 1 2s അല്ലെ 1s1 2s1 ഇങ്ങനെ നമ്മൾ എഴുതത്തില്ലേ? 1s2 2s2 എന്നൊക്കെ പറഞ്ഞ് ഇത്ര ഇലക്ട്രോണുകളാണെങ്കിൽ നമ്മൾ എഴുതിയിട്ടില്ലേ? ഇതിനെയാണ് ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതുന്നത്. ഓക്കെ, അതെന്താ നമുക്ക് കാണാം. സോ രണ്ടാമത്തെ രീതിയിൽ ഉപഷെല്ലുകളിലെ ഓരോ ഓർബിറ്റലുകളെയും ഓരോ ബോക്സ് കൊണ്ടും അതിലെ ഇലക്ട്രോണിന്റെ ചക്രണം ഓരോ അമ്പടയാളം പോസിറ്റീവ് സ്പിൻ അല്ലെങ്കിൽ താഴോട്ടുള്ളത് നെഗറ്റീവ് സ്പിൻ കൊണ്ടും സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ രീതിക്ക് ഒന്നാമത്തേതിനെ അപേക്ഷിച്ചുള്ള മെച്ചം അത് 4 ക്വാണ്ടം സംഖ്യകളെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് അല്ലെ. 1s1 എന്ന് എഴുതുമ്പോൾ നമുക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് അവിടെ തന്നെ കാണാൻ പറ്റും. അതാണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ മാത്രമാണ് ഉള്ളത്. അത് ഏറ്റവും കുറഞ്ഞ ഊർജ്ജമുള്ള 1s ഓർബിറ്റലിൽ നിറയുന്നു. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് വിന്യാസം 1s1 ആണ് അല്ലെ. ഹൈഡ്രജൻ ആറ്റത്തിന് എന്താണ്? ഒരു ഇലക്ട്രോൺ ഉള്ള ഒരു ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം. സോ അവർക്ക് ഒരു ഇലക്ട്രോൺ ഉള്ളതുള്ള അവരുടെ 1s എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ആ ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ ആ എസ് എന്ന് പറയുന്ന ഓർബിറ്റിൽ എത്ര? ഒരു ഓർബിറ്റേ ഉള്ളൂ എസ് സബ്ഷെല്ലിൽ. അപ്പൊ എന്താണ്? അതിനകത്ത് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഇരിക്കും അല്ലെ. അതാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക വിന്യാസം, അല്ലെങ്കിൽ അതിനെ 1s1 എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ അർത്ഥം 1s ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്നാണ്. ഹീലിയത്തിലെ രണ്ടാമത്തെ ഇലക്ട്രോണിനെയും 1s ഓർബിറ്റലിന് ഉൾക്കൊള്ളാനാകും. ഹീലിയം ആവുമ്പോൾ എന്താണ്? 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ എന്താണ്? 1s2 എന്ന് പറയാം. കാരണം ഇതേപോലെ തന്നെ ഒരു ഓർബിറ്റലാണ് എസിനുള്ളത്. അവിടെ എന്താണ്? നമുക്ക് 2 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് ഹീലിയത്തിന്റെ കേസ്. അവിടെ എന്താണ്? കോൺഫിഗറേഷൻ 1s2 എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇനി മുകളിൽ പറഞ്ഞതുപോലെ ചക്രണത്തിൽ വ്യത്യാസമുള്ള 2 ഇലക്ട്രോണുകളുടെ ചിത്രമാണ് ഓർബിറ്റൽ രേഖാചിത്രത്തിൽ കാണിക്കുന്നത് അല്ലെ. ഹൈഡ്രജനും ഹീലിയവും റെപ്രസെന്റ് ചെയ്തേക്കുന്നുണ്ടോ? ഹീലിയത്തിൽ ഒരു അപ്പ് സ്പിന്നും ഡൗൺ സ്പിന്നും ഉള്ള 2 ഇലക്ട്രോൺസ് ആണ് വരച്ചു കാണിച്ചിട്ടുള്ളത്. അതറിയാലോ, കാരണം 2 ഇലക്ട്രോണുകൾക്കും ഒരേ 4 ക്വാണ്ടം നമ്പേഴ്സും ഒരേപോലെ ആവില്ല. അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? 3 ക്വാണ്ടം നമ്പേഴ്സ് ഒന്നായാലും 4ാമത്തെ ക്വാണ്ടം നമ്പർ സ്പിൻ ക്വാണ്ടം നമ്പർ, ഇലക്ട്രോണിക് സ്പിൻ ക്വാണ്ടം നമ്പർ എന്തായിരുന്നില്ല? സെയിം ആവത്തില്ല. അതാണ് പറഞ്ഞാൽ അപ്പ് സ്പിന്നും പറഞ്ഞാൽ ഡൗൺ സ്പിന്നും ആയിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, സോ പൗളിയുടെ അപവർജന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ലിഥിയത്തിന്റെ 1s ഓർബിറ്റലിൽ മൂന്നാമതൊരു ഇലക്ട്രോൺ കൂടി അനുവദനീയമല്ല. അതിനാൽ ലഭ്യമായ രണ്ടാമത്തെ പരിഗണന 2s ഓർബിറ്റലിലാണ്. ലിഥിയത്തിന്റെ ഇലക്ട്രോണിക വിന്യാസം 1s2 ആണ് അല്ലെ. ലിഥിയം ആകുമ്പോൾ 3 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അപ്പൊ 1s കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന ഷെല്ല് 2s ആണ്. സോ അതാണ് 1s2 2s1 എന്ന് എഴുതും. കാരണം 3 ഇലക്ട്രോൺസേ ഉള്ളൂ, 2 1 3 ഇലക്ട്രോൺസ്. ഇനി 2s ഓർബിറ്റലിന് ഒരു ഇലക്ട്രോണിനെ കൂടി ഉൾക്കൊള്ളാൻ കഴിയും. അതിനാൽ ബെറിലിയം ആറ്റത്തിന്റെ വിന്യാസം 1s2 എന്നാണ്. അത് മനസ്സിലായല്ലോ. അപ്പം ഇനി മൂലകങ്ങളുടെ ഇലക്ട്രോണിക വിന്യാസങ്ങളുടെ പട്ടിക 2.6 പേജ് 68 കാണുക. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. സോ അടുത്ത 6 മൂലകങ്ങളായ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നിവയുടെ 2p ഓർബിറ്റലുകളാണ് ക്രമേണ നിറയുന്നത്. നിങ്ങൾക്ക് നോക്കാം. 2p1 2p2 2p3 2p4 2p5 2p6 അന്നിങ്ങനെ നിറഞ്ഞു പോയി. ഓക്കെ അല്ലേ. ഇനി ഈ പ്രക്രിയ നിയോൺ ആറ്റത്തിൽ പൂർത്തിയാകുന്നു. നിയോൺ ആറ്റം ആകുമ്പോഴത്തേക്കും 2p6 ആയി p ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി. ഇനി ഈ മൂലകങ്ങളുടെ ഓർബിറ്റൽ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നിയോൺ ആകുമ്പോഴത്തേക്കും 2p6 വരെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആയിട്ട് മാറുന്നു. ഓക്കെ അല്ലേ. ഇനി സോഡിയം മുതൽ ആർഗൺ വരെയുള്ള ഇലക്ട്രോണിക് വിന്യാസം ലിഥിയം മുതൽ നിയോൺ വരെയുള്ള മൂലകങ്ങളുടെ അതേ ക്രമം പിന്തുടരുന്നു. എന്നാൽ അവയിൽ 3s 3p എന്നീ ഓർബിറ്റലുകളാണ് നിറയുന്നത് അല്ലെ. നേരത്തെ നമ്മൾ ലിഥിയം മുതൽ നിയോൺ വരെ കണ്ട ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് സോഡിയം മുതൽ ആർഗൺ വരെ കാണുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇതേപോലെ തന്നെ ഫില്ല് ചെയ്യുന്നു. പക്ഷെ 3s 3p ആണ് ഫില്ല് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. സോഡിയത്തിന് കണ്ടോ 1s2 2s2 2p6 3s1 ആണ്. ആർഗന്റെ 1s2 2s2 2p6 3s2 3p6. അപ്പൊ സോഡിയത്തിന്റെ ആർഗന്റെ ഇടയിലുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ ഫില്ല് ചെയ്ത് പോവാണ്.
എന്നാൽ അവയിൽ 3s3p എന്നീ ഓർബിറ്റലുകളാണ് നിറയുന്നത്. ആദ്യ 2 ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ നിയോൺ മൂലകം ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഈ പ്രക്രിയ ലളിതമാകും. അതായത് ഇത്രം 1s2 2s2 2p6 ഇത്രയും നമുക്ക് നിയോൺ എഴുതാമല്ലോ. അത് കഴിഞ്ഞ് നിയോൺ 3s1 ഇവിടെ എഴുതിയിട്ടുണ്ട്. നിയോൺ 3s1 എന്ന് നമുക്ക് സോഡിയത്തിനെയും ആർഗണിനെ നിയോൺ 3s2 3p6 എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് എഴുതാനുള്ള എളുപ്പത്തിന്. ഓക്കെ, സോ പൂർണ്ണമായും നിറഞ്ഞ ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ കോർ ഇലക്ട്രോണുകളാണെന്ന് അറിയപ്പെടുന്നു. ഏറ്റവും ഉയർന്ന മുഖ്യ ക്വാണ്ടം സംഖ്യയുള്ള ഷെല്ലുകളിൽ ചേർക്കപ്പെടുന്ന ഇലക്ട്രോണുകളെ സംയോജന ഇലക്ട്രോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ഏറ്റവും കൂടിയ ഇലക്ട്രോൺസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, വാലൻസ് ഇലക്ട്രോൺസ്. അതാണ് സംയോജക ഇലക്ട്രോണുകൾ, വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് സോഡിയം മുതൽ ആർഗൺ വരെയുള്ളവയിൽ നിയോണിലെ ഇലക്ട്രോണുകൾ കോർ ഇലക്ട്രോണുകളും ബാക്കിയുള്ളവ സംയോജക ഇലക്ട്രോണുകളുമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, നിയോൺ വരെയുള്ള ഇലക്ട്രോൺസിന് നമ്മൾ എന്താണ് കോർ ഇലക്ട്രോൺസും ഏറ്റവും പുറത്ത് കിടക്കുന്ന ഇലക്ട്രോണുകളെയാണ് നമ്മൾ സംയോജക ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ 3s1ഉം അതേ സമയത്ത് ആർഗണിന്റെ കേസിൽ എത്രയാണ് 3s2 3p6 അത്രയാണെന്ന് പറയുന്നത് സംയോജക ഇലക്ട്രോണുകൾ. ഓക്കെ, അപ്പം 6 2 8 ആർഗണും സോഡിയത്തിന് എന്താണ് ഒരു ഇലക്ട്രോണും ആണ് സംയോജക ഇലക്ട്രോണുകളായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിന് സോഡിയം മുതൽ ആർഗൺ വരെയുള്ള നിയോൺ ഇലക്ട്രോണുകൾ കോർ ഇലക്ട്രോണുകളും ബാക്കിയുള്ളവ സംയോജക ഇലക്ട്രോണുകളുമാണ്. അതേപോലെ പൊട്ടാസ്യം, കാൽസ്യം എന്നിവയിൽ 4s ഓർബിറ്റലിന് 3d ഓർബിറ്റലിനേക്കാൾ ഊർജം കുറവായതിനാൽ യഥാക്രമം 1 2 ഇലക്ട്രോണുകൾ 4s നിറയുന്നു. ഓക്കെ അല്ലേ. ഇനി സ്കാൻഡിയം മുതൽ ഒരു പുതിയ ക്രമം പിന്തുടരുന്നു. 3d ഓർബിറ്റലിന് 4p ഓർബിറ്റലിനേക്കാൾ ഊർജം കുറവായതിനാൽ അതാദ്യം നിറയുന്നു. തത്ഫലമായി അടുത്ത 10 മൂലകങ്ങളിൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് 5 3d ഓർബിറ്റലുകൾ ക്രമമായി നിറയുന്നു. ക്രോമിയത്തിലും കോപ്പറിലും അവയുടെ സ്ഥാനം സൂചിപ്പിക്കുന്നതിനനുസരിച്ച് 4sലുള്ള 2 ഇലക്ട്രോണുകൾക്ക് പുറമെ യഥാക്രമം 4ഉം 9ഉം ഇലക്ട്രോണുകൾ 3d ഓർബിറ്റലുകളിൽ കാണേണ്ടതാണ്. എന്നാൽ അപ്പൊ ഇതൊന്ന് ഓർത്തോണേ, ക്രോമിയവും കോപ്പറിന്റെയും കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 4sലുള്ള 2 ഇലക്ട്രോണുകൾക്ക് പുറമെ യഥാക്രമം 4ഉം 9ഉം ഇലക്ട്രോണുകൾ 3d ഓർബിറ്റലുകളിലാണ് കാണേണ്ടത്. എന്നാൽ അവ യഥാക്രമം 5ഉം 10ഉം ഇലക്ട്രോണുകളാണ് ഉള്ളതെന്നത് നമ്മെ കുഴയ്ക്കുന്നു. ഇതിനു കാരണം പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന ഓർബിറ്റലുകൾക്കും പകുതി നിറഞ്ഞ ഓർബിറ്റലുകൾക്കും അധിക സ്ഥിരത ഉള്ളതാണ്. അതായത് 4s അതുപോലെ തന്നെ 3d ഇങ്ങനെയാണ് ഓർബിറ്റൽസ് വരുന്നത്. അപ്പൊ 4s 3dയിൽ 4sലുള്ള 2 ഇലക്ട്രോണുകൾക്ക് പുറമെ യഥാക്രമം 4ഉം 9ഉം ഇലക്ട്രോണുകൾ 3d ഓർബിറ്റലുകളിൽ കാണേണ്ടതാണ്. 4sലുള്ള 2 ഇലക്ട്രോണുകൾക്ക് പുറമെ യഥാക്രമം 4ഉം 9ഉം ഇലക്ട്രോണുകൾ 3d ഓർബിറ്റലുകളിൽ കാണേണ്ടതാണ്. അതായത് 3d 4ഉം 3d 9ഉം ഇങ്ങനെയാണ് കാണേണ്ടത്. അതുപോലെ 4sൽ 2 ഇലക്ട്രോണുകളും, ഇത് ആരുടെ കേസാ പറയുന്നത്, നമ്മൾ കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും കേസാണ് പറയുന്നത്. ഓക്കെ, കോപ്പറിന്റെ ക്രോമിയത്തിന്റെ ഇവിടെ ഇത് കാണിച്ചിട്ടുണ്ട്. കോപ്പർ, ക്രോമിയം എന്നിവയുടെ ഇലക്ട്രോണിക വിന്യാസങ്ങൾ 3d4 4s2 3d9 4s2 എന്നിവയ്ക്ക് പകരം എങ്ങനെയാണുള്ളത്, 3d5 4s1 3d10 4s1 അല്ലെ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4s2ഉം 3d4ഉം അതുപോലെ കോപ്പറിന്, ക്രോമിയത്തിന് 3d9ഉം 4s2 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അതെങ്ങനെയാണ് നിലവിൽ എങ്ങനെയാണ്, അത് 3d5 4s2ഉം 3d5 4s1ഉം 3d10 4s1ഉം ആണ് അല്ലെ. ഈ ഒരു മാറ്റം വരുന്നു. ഈ മാറ്റത്തിന് കാരണം എന്താണ്, പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന ഓർബിറ്റലുകൾക്കും പകുതി നിറഞ്ഞ ഓർബിറ്റലുകൾക്കും അധിക സ്ഥിരത ഉള്ളതാണ്. ഓക്കെ, അവർക്ക് എന്താണ്, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അതാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ പകുതി നിറഞ്ഞിരിക്കുന്നതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ P3 P6 D5 D10 F7 F14 തുടങ്ങിയ വിന്യാസങ്ങൾ സ്ഥിരതയാർന്നതാണെന്നാണ്
ഓക്കെ, അപ്പൊ ക്രോമിയം, കോപ്പർ എന്നിവ D5, D10 വിന്യാസങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഇതിന് അപവാദങ്ങൾ ഉണ്ട്. ഓക്കെ, ഇനി 3D ഓർബിറ്റലുകൾ പൂരിതമായി കഴിയുമ്പോൾ ഗാലിയത്തിൽ 4p ഓർബിറ്റലുകൾ നിറയാൻ ആരംഭിച്ച് ക്രിപ്റ്റോണുകളിൽ പൂർത്തിയാകുന്നു. റുബീഡിയം മുതൽ സെനോൺ വരെയുള്ള അടുത്ത 18 മൂലകങ്ങളിൽ 5s 4d 5p ഓർബിറ്റലുകൾ നിറയുന്ന രീതി നേരത്തെ വിശദീകരിച്ച 4s 3d 4p ഓർബിറ്റലിൽ പൂരണത്തിന് സമാനമാണ്. ഇനി വരുന്നത് 6s ഓർബിറ്റലിന്റെ ഊഴമാണ്. സീഷ്യം, ബേറിയം എന്നിവയിൽ ഈ ഓർബിറ്റലിൽ യഥാക്രമം 1ഉം 2ഉം ഇലക്ട്രോണുകളാണ് ഉള്ളത്. ലന്താനം മുതൽ മെർക്കുറി വരെ ഇലക്ട്രോണുകൾ നിറയുന്നത് 4f 5d എന്നീ ഓർബിറ്റലുകളിലാണ്. അതിനുശേഷം 6p 7s ഓർബിറ്റലുകളിൽ എന്നിവ നിറയുന്നു. അവസാനം 5f 6d എന്നിവ നിറയുന്നു. യുറേനിയത്തിന് ശേഷമുള്ള എല്ലാ മൂലകങ്ങളും ആയുസ് കുറഞ്ഞവയാണ്. മാത്രമല്ല അവയെല്ലാം കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടവയാണ്. അറിയപ്പെടുന്ന മൂലകങ്ങളുടെ ഇലക്ട്രോണിക് വിന്യാസങ്ങൾ സ്പെക്ട്രോസ്കോപ്പിക് മാർഗങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ടതാണ്. അവ പട്ടിക 2.6 പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ എല്ലാ ആറ്റംസിലും അല്ലെ ഓരോരോ ആറ്റത്തിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ലായി വരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഓരോ ഷെല്ലിന്റെ പേര് വെച്ചിട്ട് അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ വിന്യാസം അറിഞ്ഞത് കൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്ന് ചോദിക്കാം. രസതന്ത്രത്തിന്റെ ആധുനിക സമീപനം ഏതാണ്ട് പൂർണ്ണമായും ഇലക്ട്രോണിക വിതരണത്തെ അടിസ്ഥാനമാക്കി രാസ സ്വഭാവത്തെ മനസ്സിലാക്കുന്നതിനെയും വിശദീകരിക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണമായി 2ഓ അതിലധികമോ ആറ്റങ്ങൾ ചേർന്ന് എന്തിനാണ് തന്മാത്രകൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് ചില മൂലകങ്ങൾ ലോഹങ്ങളായിരിക്കുമ്പോൾ മറ്റു ചിലത് അലോഹങ്ങളായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഹീലിയം, ആർഗോൺ തുടങ്ങിയ മൂലകങ്ങൾ പ്രതിപ്രവർത്തിക്കാത്തപ്പോൾ ഹാലോജനുകൾ പോലെയുള്ള മൂലകങ്ങൾ പ്രതിപ്രവർത്തനക്ഷമമായിരിക്കുന്നത്? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇലക്ട്രോണിക വിന്യാസം ഉപയോഗിച്ച് ലളിതമായ വിശദീകരണം കണ്ടെത്താനാകും. ഈ ചോദ്യങ്ങൾക്ക് ഡാൾട്ടന്റെ അറ്റോമിക മാതൃകയിൽ ഉത്തരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ ഇലക്ട്രോണിക ഘടനയെക്കുറിച്ചുള്ള വിശദമായ അറിവ് ആധുനിക രസതന്ത്ര വിജ്ഞാനത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് ഉൾക്കാഴ്ച നേടാൻ അത്യന്താപേക്ഷിതമാണ്. അല്ലെ, നമുക്ക് മോഡേൺ കെമിസ്ട്രിയിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ആറ്റം എടുത്താൽ അല്ലെങ്കിൽ ഒരു മെറ്റൽ ആയിക്കോട്ടെ, നോൺ മെറ്റൽ ആയിക്കോട്ടെ, ഹാലജൻസ് ആയിക്കോട്ടെ, നമ്മുടെ നോബിൾ ഗ്യാസസ് ആയിക്കോട്ടെ, അപ്പൊ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം പഠിക്കുന്നത് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ ഇലക്ട്രോണിക വിന്യാസം അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. അത് കഴിഞ്ഞ് പൂർണ്ണമായും നിറഞ്ഞതും പകുതി നിറഞ്ഞതുമായ ഉപഷെല്ലുകളുടെ സ്ഥിരത അത് ഞാൻ പറഞ്ഞായിരുന്നു. ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് ഉള്ള ആറ്റത്തിന് എന്താണ് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ പോർഷൻ ജസ്റ്റ് ഇത്തിരി ഉള്ളത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഓൾറെഡി ഇവിടെ പറഞ്ഞ കാര്യമാണ്, എന്നാലും ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ കുറെ പേരുടെ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നിരുന്നാലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ, അതായത് നമുക്ക് ഇനഫ് ടൈം ഉണ്ട് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ, നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.